നാട്ടിൽ ഒരു സംഭവം 10 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യുന്നത് ദുബായ് യു ക്യാൻ ഡു ഇറ്റ് ഇൻ 3 years. അപ്പോൾ അവിടെ നിന്നാണ് താങ്കൾ ഒരു ഇൻഫ്ലുവൻസർ ആവാൻ തീരുമാനിക്കുന്നത്. ആ പോയിന്റ് ഏതായിരുന്നു? കാരണം നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും ക്രിയേറ്റിവിറ്റി ഒളിച്ചു കിടക്കുന്നുണ്ടെന്ന് ഇതിന്റെ പോയിന്റ് എവിടെ വരുന്നെന്ന് വെച്ചാൽ എനിക്ക് ഷിപ്പിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പോൾ ഞാൻ ഒരു 8 മാസം ഷിപ്പിൽ വർക്ക് ചെയ്തു. ഷിപ്പിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ലോകം കാണാൻ പറ്റി. അങ്ങനെയാണ് 40 കൺട്രീസ് ഞാൻ പോകുന്നത്, ഡിഫറെൻറ്റ് പ്ലേസസ്. അത് കഴിഞ്ഞാൽ വീണ്ടും ദുബായിലേക്ക് തന്നെ തിരിച്ചു വരിക. ഐ ഡി നോട്ട് ലൈക്ക് ഇറ്റ്. അങ്ങനെ ദുബായിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ സമയത്ത് ഡിസൈഡ് ചെയ്തതാണ് എനിക്ക് എന്തെങ്കിലും ആവണം. ഇത് ലീഗലാ ഇല്ലീഗലാ എന്ന് എനിക്കറിയില്ല. ഞാനൊരു കാറ് വാങ്ങിച്ചു. കാറ് വാങ്ങിച്ചിട്ട് എൻ്റെ കൊളീഗ്സിനെ ഞാൻ എയർപോർട്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രോപ്പ് ചെയ്യുമ്പം ശരിക്കും അവരെന്നെ സപ്പോർട്ട് ചെയ്യും അതിന്. അത് അന്നത്തെ സമയത്ത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് അറിയില്ലായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി. കാരണം അത് ഇല്ലീഗലാണ്. നമുക്കങ്ങനെ കാർ ഡ്രോപ്പിങ്ങും ഇതും ചെയ്യാൻ പറ്റില്ല. അതായിട്ടുള്ള അഡ്വാൻറ്റേജ് എനിക്ക് ഉണ്ടായതെന്ന് വെച്ചാൽ ദുബായ് എന്താണെന്ന് എനിക്ക് പഠിക്കാൻ പറ്റി. സോ ഐ ഹാവ് ടു ഡു സംതിങ്. ഈ കൺട്രി ആര് വന്നാലും നമ്മളിപ്പം നാട്ടിൽ ഒരു സംഭവം 10 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യുന്നത് ദുബായ് യു ക്യാൻ ഡു ഇറ്റ് ഇൻ 3 years. അതാണ് ആ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത.